Hello, my dear friends. Welcome back to Storybox 2022. ഷിബി രാജാവ് സത്യസന്ധതയ്ക്കും നീതിക്കും വാക്കുപാലിക്കുന്നതിന് പേരുകേട്ട രാജാവാണ്. ഒരിക്കൽ അഗ്നിദേവനും ദേവരാജൻ ഇന്ദ്രനും ഈ ഗുണങ്ങളൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ ഒരു പ്രാവിൻ്റെയും പരുന്തിൻ്റെയും രൂപങ്ങൾ സ്വീകരിച്ച് രാജാവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പ്രാവായി വന്ന അഗ്നിദേവൻ രാജാവിൻ്റെ മുമ്പിലേക്ക് പറന്നു വീണുകൊണ്ട് തന്നെ ഒരു പരുന്ത് ആക്രമിക്കാൻ വരുന്നെന്നും രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു. പ്രാവിനോട് മനസ്സലിവ് തോന്നിയ ഷിബി മഹാരാജാവ് അതിനെ രക്ഷിക്കാമെന്ന് വാക്കു നൽകുകയും തുടർന്ന് പ്രാവിന് സംരക്ഷണം നൽകുകയും ചെയ്തു. എന്നാൽ ആ സമയം അങ്ങോട്ട് വന്ന പരുന്ത്, അതായത് പരുന്തിൻ്റെ രൂപത്തിൽ വന്ന ദേവേന്ദ്രൻ, ഇതെല്ലാം കണ്ടുകൊണ്ട് അരിശം പൂണ്ട് തൻ്റെ അർഹമായ ഭക്ഷണം നഷ്ടപ്പെടുത്തിയെന്ന് ആരോപിച്ച് രാജാവിനെ കുറ്റപ്പെടുത്തി. എന്നാൽ അതിന് മറുപടിയായി രാജാവ് ചെയ്തത് പരുന്തിൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം നൽകാൻ തുനിഞ്ഞു. മന്ത്രിയും ഭടന്മാരും ഇത് കേട്ട് ഒന്ന് പകച്ചെങ്കിലും താനാണ് വാക്കു നൽകിയത്, അതിനാൽ മറ്റാരും ഇതിൽ ബുദ്ധിമുട്ടുന്നത് തനിക്കിഷ്ടമില്ലെന്നും അതിന് അനുവദിക്കില്ലെന്നും അദ്ദേഹം ഉത്തരവിട്ടു. മഹാരാജാവിൻ്റെ കൽപ്പനയല്ലേ? അവർ മാറി നിന്നു. പ്രാവിൻ്റെ ഭാരത്തിന് തുല്യമായ മാംസമാണ് പരുന്ത് ആവശ്യപ്പെട്ടത്. ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ പ്രാവിനെ ഇരുത്തുകയും രാജാവ് തൻ്റെ വാളെടുത്ത് ശരീരത്തിൽ നിന്ന് മാംസം മുറിക്കുവാനും തുടങ്ങി. പക്ഷേ മാംസം എത്രയൊക്കെ വെച്ചിട്ടും പ്രാവിൻ്റെ തട്ട് താണു തന്നെ ഇരുന്നു. ഒടുവിൽ രാജാവ് തന്നെ തൻ്റെ ശരീരം മുഴുവനും അർപ്പിച്ചുകൊണ്ട് തുലാസിൽ കയറിയിരുന്നു. മഹാരാജാവിൻ്റെ സത്യസന്ധതയും നീതിബോധവും മനസ്സിലാക്കിയ ദേവന്മാർ അവരുടെ യഥാർത്ഥ രൂപം സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ധാരാളം വരങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്നത്തെ കഥ. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേസമയം പുതിയ കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ല കഥയുമായി വീണ്ടും കാണാം. Until then, bye from Storybox 2022.